നവി മുംബൈയിൽ കുഞ്ഞിന് കാറിന്റെ സ്റ്റിയറിംഗ് കൈമാറി അപകടയാത്ര നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസ്. നെരൂൾ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ബിപിൻ തുത്തർവാദിനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി. ഇത് കാണുമ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നിർത്തിയിട്ട കാറല്ല, വാഹനം റോഡിലൂടെ പോകുന്നു. അതും ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളതാണ്. പറയൂ, കേസെടുത്തു കഴിഞ്ഞിരിക്കുന്നു അല്ലേ? തീർച്ചയായും സ്മിത, ശക്തമായ റോഡ് സുരക്ഷാ നിയമങ്ങളുള്ള രാജ്യങ്ങളിൽ കുട്ടികളെ മുൻസീറ്റിൽ ഇരുത്തുന്നതിന് പോലും നിയന്ത്രണങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ രാജ്യത്ത് അത്തരമൊരു നിയന്ത്രണമില്ല. എന്നാൽ പോലും കുഞ്ഞുങ്ങളെ ഏത് തരത്തിലാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് എന്നൊക്കെ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട, നിയമം പാലിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടായത്. നെരൂൾ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ് ഈ കേസിൽ പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സീറ്റ് ബെൽറ്റ് പോലും ഇട്ടിട്ടില്ല എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കുഞ്ഞിൻ്റെ കുഞ്ഞിന് സ്റ്റിയറിംഗ് കൈമാറിയ ശേഷം അദ്ദേഹം ഗിയർ മാറ്റുന്നതും ഒക്കെ തന്നെ കാണാം. മാത്രമല്ല, അദ്ദേഹം തന്നെയാണ് ഇത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കിയിട്ട് എന്തോ വലിയ കാര്യം ചെയ്തു എന്ന മട്ടിൽ പങ്കുവെച്ചത്. ഒരു അപകടം ഉണ്ടായിരുന്നെങ്കിൽ എത്ര വലിയ നഷ്ടം അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നു എന്ന ബോധ്യം പോലും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഉൽവെ എന്ന മേഖലയിൽ നിന്നാണ്, നവി മുംബൈയിലെ ഉൽവയിൽ വെച്ചാണ് ഇങ്ങനൊരു ദൃശ്യം അദ്ദേഹം ചിത്രീകരിക്കുന്നത്. അത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട്. ആ വകുപ്പിലെ നിയമപ്രകാരമുള്ള കേസ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ എടുത്തിട്ടുമുണ്ട്. മറ്റേതെങ്കിലും ഒരു നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടില്ല. സ്മിത, നിയമലംഘനത്തിന് കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇൻസ്പെക്ടറാണ്, നെരൂൾ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ബിപിൻ തുത്തർവാദിനെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു മുംബൈയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.